ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർച്ചനയും വിജയ് ശങ്കറും വാദിഭാഗവും പ്രതിഭാഗവും നിന്ന് കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ഒരു ചെറുപ്പക്കാരന്റെ കേസാണ് അർച്ചനയും വിജയ് ശങ്കറും അങ്ങനെ വാദിക്കുന്നത്. അർച്ചന അങ്ങനെ വാദിച്ച് വിജയ് ശങ്കറിനെ വെള്ളം കുടിപ്പിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിർത്തുന്നുണ്ട്. അങ്ങനെ അർച്ചന വാദിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് എടുത്തു നോക്കുന്നതും അച്ചുവിനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തതിന്റെ വീഡിയോ ആണ് കാണുന്നത്. അത് കണ്ട് അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. ഇത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് അർച്ചന അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു കുപ്പി വെള്ളം എടുത്ത് അങ്ങനെ കുടിക്കുന്നുണ്ട്. ഇതെല്ലാം വിജയ് ശങ്കർ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം വിജയ് ശങ്കർ അങ്ങനെ വാദിക്കുകയാണ്. ആ പ്രതിക്ക് വേണ്ടി അച്ചുവിനെ അറസ്റ്റ് ചെയ്തതിന്റെ ടെൻഷനിൽ ഒന്നും വാദിക്കാൻ കഴിയാതെ അർച്ചന അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ആ നേരം നോക്കി വിജയ് ശങ്കർ ആണെങ്കിൽ ആ കേസ് ജയിക്കുന്നുണ്ട്. അർച്ചനയോട് ജഡ്ജി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ കേസിൽ ആ പ്രതിക്ക് ജാമ്യം കിട്ടുകയാണ്. ആ കേസിൽ വിജയ് ശങ്കർ അങ്ങനെ ജയിക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ കേസ് കഴിഞ്ഞതും വേഗം തന്നെ പുറത്തിറങ്ങി സ്റ്റേഷനിലേക്ക് പോവാനായി നിൽക്കുന്നതും ബാക്കിൽ തന്നെ വിജയ് ശങ്കറും വരുന്നുണ്ട്. എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, നീ കുറെ വെള്ളം കുടിക്കുന്നത് കണ്ടല്ലോ, ഇനിയും നീ കുറെ വെള്ളം കുടിക്കും, നോക്കിക്കോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ അർച്ചനയാണെങ്കിൽ ടെൻഷനിൽ ഒന്നും പറയാതെ വേഗം തന്നെ വണ്ടി എടുത്ത് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അച്ചുവിനെ ആണെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് മറ്റു പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അച്ചുവിനെ കൊണ്ടുപോകുന്ന വഴി മറ്റു പോലീസുകാർ അച്ചുവിനെ നിരന്തരം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനു മുന്നേ ഇങ്ങനെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, അയാളുടെ അതേ പാത തന്നെയാണല്ലോ താനും പിന്തുടരുന്നത്. ഇതിപ്പോ പോലീസുകാർക്ക് എല്ലാവർക്കും നാണക്കേടായല്ലോ, എനിക്കെങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ തോന്നിയെന്നെല്ലാം പറഞ്ഞ് അച്ചുവിനെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ തന്റെ നിസ്സഹായാവസ്ഥ ആലോചിച്ച് അച്ചു അങ്ങനെ ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിക്കുകയാണ്. അതിനുശേഷം വിജയ് ശങ്കറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതെടുത്ത് നോക്കുന്നതും ചന്ദ്ര അയച്ച മെസ്സേജാണ്. ശില്പയെ അച്ചു പീഡിപ്പിച്ചു എന്ന് പറയുന്ന വീഡിയോ ആണ് വിജയ് ശങ്കർ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം വിജയ് ശങ്കറും ഷോക്കാവുന്നുണ്ടെങ്കിലും ഇവനൊരു പണി കിട്ടിയതിൽ വിജയ് ശങ്കറിനും ഒരുപാട് സന്തോഷാവാണ്. അപ്പോഴേക്കും ചന്ദ്ര വിജയ് ശങ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു വിജയേട്ട എന്ന്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, കൊള്ളാലോ ചന്ദ്രേ, നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ ചന്ദ്രയും പറയുന്നുണ്ട്, ഞാൻ മനസ്സിൽ ഒരു കാര്യം കണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടന്നതാണെന്ന് ഇപ്പൊ വിജയേട്ടന് മനസ്സിലായോ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഈ വീഡിയോ അർച്ചനയ്ക്ക് അയച്ചു കൊടുക്കാനും നീ ഏർപ്പാടാക്കിയിരുന്നോ, എങ്കിൽ പിന്നെ അവൾ ആ വീഡിയോ കണ്ടോ, അതാണ് ഇന്ന് കോടതിയിൽ അവൾ പതറിയത്, കേസ് അവൾ തോറ്റു, വിധി എനിക്ക് അനുകൂലമാണെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊരു തുടക്കം മാത്രമാണ്, ചന്ദ്രലേഖയുടെ പ്രതികാരത്തിന് മുന്നിൽ അവൾ ദഹിച്ചു പോവും, ദഹിപ്പിച്ചിരിക്കും ഞാൻ അവളെ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് ശില്പയും ഭർത്താവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ആ ചെറുപ്പക്കാരനും കൂടി വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. തന്നെ അച്ചു പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വിശദമായി തന്നെ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് ശില്പ. അച്ചു ആണെങ്കിൽ ആകെ തകർന്നങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അച്ചുവിനോട് മുതിർന്ന ഒരു പോലീസുകാരൻ സംസാരിക്കുന്നുണ്ട്. അച്ചു അയാളോട് പറയുന്നുണ്ട്, സാർ ഞാൻ നിരപരാധിയാണ്, എന്നെ ഇതിൽ കുടുക്കിയതാണെന്നൊക്കെ അച്ചു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ പോലീസുകാരൻ അച്ചുവിനെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ എന്തായാലും ACPയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മേഡം വന്ന് നിങ്ങൾ എന്താച്ചാ പറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും കംപ്ലൈന്റുമായി ശില്പ അങ്ങോട്ടേക്ക് വരികയാണ്. സാർ ഇതെന്റെ പരാതിയാണെന്ന് പറഞ്ഞ് ആ റിട്ടേൺ കംപ്ലൈന്റ് എടുത്തു കൊടുക്കുകയാണ്. ആ പോലീസുകാരനപ്പോ ശില്പയോട് ചോദിക്കുന്നുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, പ്രതിസ്ഥാനത്ത് ഒരു പോലീസുകാരനാണെന്ന് ആലോചിക്കണം, പിന്നീട് കേസിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല എന്നൊക്കെ ആ പോലീസുകാരൻ പറയുന്ന സമയത്ത് ശില്പ ആകെ ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഈ കേസിൽ നിന്ന് പിന്മാറില്ല സാറേ, എന്റെ മാനം പിച്ചിച്ചീന്താൻ നോക്കിയ ആളാണിത് എന്നെല്ലാം കരഞ്ഞഭിനയിച്ചുകൊണ്ട് ശില്പ അങ്ങനെ പറയുമ്പോൾ അച്ചുവിന് ദേഷ്യം വരികയാണ്. അച്ചു ഇരുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ശില്പയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ആ പോലീസുകാരൻ അച്ചുവിനോട് അവിടെ ഇരിക്കുകയെന്ന് പറയാണ്. അപ്പോഴേക്കും ACP വരുന്നുണ്ട്. ACP എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, മാഡം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊരു ട്രാപ്പാണ്, ഞാൻ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്, ആ സമയത്താണ് ഈ പെൺകുട്ടി എന്നെ വിളിച്ചത്, ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്, അങ്ങനെ ഞാൻ ഈ കുട്ടിയെ രക്ഷിക്കാനായി
ആവശ്യമായി അവിടെ പോയതാണ്. മുമ്പൊരിക്കൽ ഈ കുട്ടി എന്നെ ഇങ്ങനെ ഹസ്ബൻഡ് തല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അന്ന് ഞാനാണ് ഈ കുട്ടിയുടെ വീട്ടിലെത്തിച്ചത്. അങ്ങനെ മാത്രമേ എനിക്ക് ഇവരെ അറിയുള്ളൂ. പക്ഷേ ഇവരുടെ ഉദ്ദേശം വേറെ ആയിരുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഇവരെല്ലാം കൂടി വീഡിയോ എടുത്തത് എന്നെല്ലാം അച്ചു അങ്ങനെ പറയുമ്പോൾ ശില്പ ഇടയിൽ കയറി സംസാരിക്കാനായി നിൽക്കുകയാണ് ACP. അപ്പോ ശില്പയോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോ ഒന്നും മിണ്ടണ്ട, ഞാൻ ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അച്ചുവിന്റെ ഭാഗത്താണ് ACP നിൽക്കുന്നതെന്നറിഞ്ഞ് ശില്പയ്ക്ക് ആദ്യമെല്ലാം ഒരു പേടി തോന്നുകയാണ്. പിന്നീട് ശില്പയോട് ACP ചോദിക്കുന്നുണ്ട്, തന്നെ രക്ഷിക്കാനാണ് ഈ SI വന്നതെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശില്പ പറയുന്നുണ്ട്, അല്ല മേഡം, എന്നെ ഉപദ്രവിക്കാനായിട്ട് വന്നതാണ് ഈ സാറ് എന്ന് ശില്പ പറയുമ്പോൾ ACP പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ, താൻ വിളിച്ചു വരുത്തിയെന്നാണല്ലോ അച്ചു പറയുന്നത്. എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ താൻ അച്ചുവിനെ ഫോണിൽ വിളിച്ചു വരുത്തിയതിന്റെ റെക്കോർഡ് സഹിതം ഞാൻ എടുക്കും, പിന്നെ താൻ കുടുങ്ങിപ്പോകുമെന്ന് ACP അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. ശില്പ പറയുന്നുണ്ട്, അയ്യോ മേഡം, ഞാൻ സാറിനെ വിളിച്ചു വരുത്തി എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അതിന്റെ പ്ലാനും സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്. വീട്ടുകാരും സംശയിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന് ഈ സാർ തന്നെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, സാറിന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഒരു ദിവസം എന്നെ ഇവിടെ സ്റ്റേഷനിലേക്ക് വരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആ മേഡം സാറെല്ലാം എന്നെ കണ്ടതുമാണ്. എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ശില്പ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ACP കരണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഓടിപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. ACPക്ക് അർച്ചനയെ കാണുന്നത് മനസ്സിലാവുന്നുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, മാം, എന്റെ അനിയൻ നിരപരാധിയാണ്, ഈ കേസ് മാനിപ്പുലേറ്റഡ് ആണെന്നൊക്കെ അർച്ചന അങ്ങനെ പറയുന്നുണ്ട്. ശില്പ പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി എല്ലാ സംഘം അങ്ങനെ അല്ലാതാവുമോ എന്നങ്ങനെ ശില്പ പറയുമ്പോൾ അർച്ചന വീണ്ടും ACPയോട് പറയുന്നുണ്ട്, അച്ചുവിനെതിരെ ഇതുവരെ ഒരു കേസ് പോലും വന്നിട്ടില്ലല്ലോ, ഇത് ആരുടെയോ ചതിയാണ്, അച്ചു ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ACP പറയുന്നുണ്ട്, തെളിവുകളെല്ലാം അച്ചുവിനെതിരെയാണ്, റിട്ടൺ കംപ്ലൈന്റും വന്നിട്ടുണ്ട്, ഒരു സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് ആരോപണം, ഇതിനെതിരെ പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ അത് പക്ഷപാതമാണെന്ന് നാട്ടുകാർ പറയും, മീഡിയ അതൊരു ആഘോഷമാക്കും, ജാമ്യമില്ലാത്ത വകുപ്പാണെന്ന് വക്കീൽ മേഡത്തിന് അറിയാമല്ലോ, അച്ചുവിനെ എത്രയും പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണം, അപ്പോഴേക്കും ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം തീർക്കണമെന്ന് പറഞ്ഞ് ACP അവിടെ നിന്നും പോവുകയാണ്. അർച്ചനയുടെയും അച്ചുവിന്റെയും നിസ്സഹായാവസ്ഥ കണ്ട് ചിരിച്ചുകൊണ്ട് ശില്പയും അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം അച്ചുവിനെ അറസ്റ്റ് ചെയ്ത വാർത്തയറിഞ്ഞ് എല്ലാവരും തന്നെ ആകെ ഷോക്കായി അമ്പാട്ട് വീട്ടിൽ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, നിന്റെ ഫോണിൽ ഇതുവരെ വീഡിയോ ഒന്നും വന്നില്ലല്ലോ രമ്യ, നിന്റെ ഫോണിലെങ്ങാനും വന്നോ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ഞാനൊന്നും നോക്കിയില്ല എന്ന്. ഇതെല്ലാം അറിഞ്ഞ് രുക്കുവാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. ചിന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, ചിന്നു നീ TV ഓണാക്ക്, TVയിലും കാണിക്കുമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആന്റി ഒന്നും മിണ്ടാതിരുന്നേ, അമ്മ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ചിന്നു പറയുമ്പോൾ രമ്യ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, രുക്കു നീ അച്ചുവിനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്തിനാ ഞാൻ വിളിക്കുന്നത്, അഭിനന്ദനം അറിയിക്കാനോ അതോ അനുശോചനം അറിയിക്കാനോ, ആകെ ഞാൻ തീ പിടിച്ച് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവനെ ആരോ ട്രാപ്പിൽ പെടുത്തിയതാണ് ആന്റി എന്നങ്ങനെ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്നാ പിന്നെ ഇത്ര നേരമായിട്ട് അച്ചുവിന് എന്താണ് എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് അവൻ അറിയാത്തതൊന്നും അല്ലല്ലോ, അപ്പോൾ അവൻ മനഃപൂർവ്വം വിളിക്കാത്തതാണ്, അതിനർത്ഥം അവന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവുമെന്നല്ലേ എന്നങ്ങനെ രുക്കു പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഒരിക്കലല്ല കുഞ്ഞമ്മാവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്നിട്ടാണോ അവനെ ആ വീട്ടിൽ നിന്നും മറ്റു പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്, എനിക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, കൂടെയുള്ള പോലീസുകാർ പോലും അവന്റെ കൂടെ നിൽക്കാത്തതിന്റെ കാരണം എന്താണ്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ എന്നെല്ലാം രുക്കു അങ്ങനെ പറയുമ്പോൾ മഞ്ജു എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ്. രുക്കു പറഞ്ഞതിലും കാര്യമുണ്ട്, സ്ഥലം SI അല്ലേ അച്ചു എന്നെല്ലാം മഞ്ജു അങ്ങനെ പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, എല്ലാവർക്കും അഭിപ്രായം പറഞ്ഞാൽ മതി, അനുഭവിക്കുന്നത് ഞാനാണ്, ഒരു സ്ഥലം SIയുടെ ഭാര്യ, ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹിക്കുക, നാണക്കേടല്ലേ, ഇതിലും വലിയ അപമാനം എനിക്കിനി എന്താണ് കിട്ടാനുള്ളത്, നീ ഇതിൽ എന്ത് പരിഹാരം കണ്ടിട്ടും കാര്യമില്ല, ഇത് ഇവിടെയൊന്നും നിൽക്കില്ലെന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. രമ്യപ്പ മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് മഞ്ജു ചേച്ചി ഇപ്പൊ ചെയ്യുന്നത് എന്നങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യത്തിന്റെ വാസ്തവം പറഞ്ഞെന്നല്ലേ ഉള്ളൂ അല്ലേ ചിന്നു എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അല്ല, ചാൻസ് കിട്ടിയപ്പോൾ ഗോളടിക്കാൻ ശ്രമിക്കുന്ന ആന്റിയുടെ സ്ഥിരം സ്വഭാവമാണ്
ഇവിടെയും കാണിച്ചത് എന്നങ്ങനെ ചിന്നു പറയുമ്പോ മഞ്ജു ദേഷ്യം വന്ന് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ശില്പ കംപ്ലൈന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിന്റെ പുറത്തേക്ക് വരികയാണ്. അവിടെ ശില്പയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദായി എന്ന് ചോദിക്കുമ്പോൾ ശില്പ പറയുന്നുണ്ട് ആ സാറിനെ കോടതിയിലേക്ക് കൊണ്ടുപോവാനായി നിൽക്കുകയാണ്, നമ്മളും കൂടെ പോകണമെന്ന് CI സാറ് പറഞ്ഞു എന്നങ്ങനെ ശില്പ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ചുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോവാനായി കാറിലേക്ക് കയറ്റിയാണ്. അർച്ചനയാണെങ്കിൽ അച്ചുവിന്റെ അവസ്ഥ കണ്ട് ആകെ വിഷമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ CI സാർ വന്ന് അച്ചുവിനോട് പറയുന്നുണ്ട്, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. അച്ചുവിന്റെ ജോലി സസ്പെൻഡായി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അച്ചുവും അർച്ചനയും ഒരുപോലെ ഷോക്കാവുകയാണ്. അർച്ചന എന്നിട്ട് അച്ചുവിന് ആത്മധൈര്യം കൊടുക്കുകയാണ്. ശരി, നിന്റെ ഭാഗത്തുനിന്ന് ഞാൻ വിശ്വസിക്കുന്നു അച്ചു, അതുകൊണ്ട് ചേച്ചി ഉണ്ടാവും നിന്റെ കൂടെ, കോടതിയിൽ ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അച്ചുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അച്ചുവിനെയും കൊണ്ട് പോലീസുകാര് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ കാഴ്ച കണ്ട് അർച്ചനയാണെങ്കിൽ ആകെ തകർന്നങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.